നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞ വില്ലയിലെ വീടുകളാണ്. അപ്പോൾ ആദ്യത്തെ വീട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ വീടാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വില്ല പ്രോജക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വില്ലകൾ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. നമ്മൾ കഴിഞ്ഞ വില്ലയിൽ കണ്ട അതേപോലെ തന്നെ വലിയ ഗേറ്റുകളാണ് കൊടുത്തേക്കുന്നത്. അവിടുത്തെ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല ഈ വീടിന് കൊടുത്തേക്കുന്നത്. ചരിച്ചുള്ള കൂരകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മറ്റേത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈനുകളായിരുന്നു നൽകിയത്. ഇവിടെ ചരിച്ചുള്ള കൂരകളും അതേപോലെ ഓടുകളും പാകിയിട്ടുണ്ട്. അത് വേറൊരു ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതാണ്. കാറ് പാർക്ക് ചെയ്യാനുള്ള കവേർഡ് സ്ഥലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ 2 തൂണുകൾ നൽകിയിട്ടുണ്ട്. ആ തൂണുകൾ മറ്റേടത്ത് റൗണ്ടിലാണ് തൂണുകൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്ക്വയർ ഷേപ്പാണ്. അതിന് ടൈലുകൾ നൽകി ഡിസൈൻ ചെയ്തിരിക്കും. അത് നല്ല മനോഹരമായിട്ടുണ്ട്. വലിയ ഇന്നോവ ക്രിസ്റ്റയോ അല്ലെങ്കിൽ വലിയ ലിമോസും വേണേൽ കയറ്റിയിടാം, ഒരു ട്രാവലർ വേണേൽ കയറ്റിയിടാവുന്ന രീതി വലിയൊരു സ്പേസ് ഉണ്ട്. 4-5 കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. മൊത്തം 10 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ പറയാം. ഫിസാറ്റ് എൻജിനീയറിംഗ് കോളേജ് 2 കിലോമീറ്റർ മാത്രം ദൂരമേ ഇവിടെ നിന്നുള്ളൂ. അതേപോലെ തന്നെ ഹൈവേയിലേക്ക് 3 കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് ദൂരമുള്ളൂ. കാർ പോർച്ചിൽ നിന്ന് എൻ്റയർലി മാറിയിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഷേപ്പ് നോക്കിയേ. ആ ഒരു കൂര വരുന്നതിൻ്റെ അവിടെ ടൈല് വെച്ച് വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗി തരുന്നുണ്ട്. ഒപ്പം തന്നെ സിറ്റ് ഔട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഇനി നമുക്ക് എക്സ്റ്റീരിയർ കുറച്ച് കാണേണ്ടതുണ്ട്. എല്ലാവരും ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എക്സ്റ്റീരിയർ എന്തൊക്കെയാണ്, എക്സ്റ്റീരിയർ മുഴുവനായിട്ട് കാണിക്കണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ എക്സ്റ്റീരിയർ ഇപ്പം കാണിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഫുള്ള് ഗ്രാവൽസാണ് ഇട്ടേക്കുന്നത്. അതേപോലെ ഈ പൈപ്പുകൾ കണ്ടോ. ഇത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളത്തെ ഫുള്ളായിട്ട് ഇവർ ഒരു ശകലം പോലും വെള്ളം കളയാതെ ഫുള്ളായിട്ട് ഇതിങ്ങനെ പോയിട്ട് അവിടെ താഴത്ത് കൊണ്ടിറക്കുകയാണ് ചെയ്യുന്നത്. താഴത്ത് കൊണ്ടിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ വെള്ളം മുഴുവനായിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ഭൂമിയിലൂടെ നോർമലി അരിച്ചിറങ്ങി നമ്മുടെ ഈ കിണറിലേക്ക് വരും. ഇതാണ് കിണർ. ഈ വീട്ടിൽ കിണർ വെള്ളമാണുള്ളത്. മറ്റേ ഇതല്ല, പൈപ്പ് കണക്ഷനല്ല, കിണർ വെള്ളമാണുള്ളത്. ഇവിടെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഇഷ്ടം മാതിരി സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കൃഷി ചെയ്യാനോ ചെറിയ രീതി കുട്ടികൾക്കൊരു ചെറിയ പ്ലേ ഗ്രൗണ്ട് പോലെയൊക്കെ കളിക്കാനോ ഒക്കെ ഉള്ള ഇഷ്ടം മാതിരി സ്പേസുകളുണ്ട്. അതാണ് 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു വീടുണ്ടെങ്കിൽ എന്നുള്ള ഒരു ക്വാളിറ്റി അതാണ്. പുറകോട്ട് റബ്ബർ തോട്ടമാണ്. സ്ഥലത്തോടൊക്കെ നല്ല പ്രകൃതി രമണീയമാണ്. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ വൈകുന്നേരത്തൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ചുറ്റും നോക്കിക്കേ അല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടതുണ്ട്. ഇവിടാണ് ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ ഉള്ള ടാങ്കുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഈ സൈഡിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി എന്തൊക്കെയാണ് ഉള്ളിലുള്ള വിശേഷം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മളിത് ഇത്രയും നടന്ന് വന്നിട്ട് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് കാർ പോർച്ചിൻ്റെ ഇവിടം വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് കാറുകളാണ് കൂടുതലും യൂസ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമാണ് ഇനി അങ്ങോട്ടുള്ള കാലം. അതുകൊണ്ടായിരിക്കും കാർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു അതിനുള്ള സോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതലും അതിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. ഇലക്ട്രിഫിക്കേഷൻ്റെ കാലമാണ് ഇനി അങ്ങോട്ടെല്ലാം. കാരണം പെട്രോൾ എൻജിൻസും ഡീസൽ എൻജിൻസും ഒക്കെ മാറി മറിയാൻ പോവുകയാണ്. ഇലക്ട്രോണിക് കാറുകളാണ് കൂടുതലും വരാൻ പോകുന്നത്. നമുക്ക് അന്നേരം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീടാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം. ചെറുതേക്കാണ് ഈ വീടിൻ്റെയും തടികൾ. ഞാൻ അതിൽ ഇതിൻ്റെ ഓണർ അതല്ലെങ്കിൽ ഇതിൻ്റെ ബിൽഡർ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ഘടകം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ എല്ലാം പണിഞ്ഞിരിക്കുന്നത്. ഒരു രീതിയിലും പുള്ളി കോംപ്രമൈസ് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കഥ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. തുറന്നു വരുമ്പോൾ ഒന്നും സീലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ ഒരു ലൈറ്റോ ഒന്നും ഇല്ല. ഇത് നോർമൽ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടന്നു വന്നേക്കുന്നതാണ്. ഒരു വെളിച്ചവും വേറെ അഡീഷണൽ യൂസ് ചെയ്തിട്ടില്ല. തറയിൽ വൈറ്റ് കളർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ബ്ലാക്ക് കളർ ടൈൽസ് കൊണ്ട് ഡിസൈൻ നൽകിയിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ 2 സൈഡിലും ജനാലകൾ നൽകിയിരിക്കുന്നു. ഒന്ന് ഫ്രഞ്ച് ജനാലകളാണ് ഒരു സൈഡിൽ നൽകിയിരിക്കുന്നത്. അതിന് 3 പാളികൾ കൊടുത്തിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ തന്നെ ഗസ്റ്റിന് TV വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ തന്നെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിനുള്ള സ്വിച്ച് ബോർഡുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഗസ്റ്റ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ആർച്ച് കൊടുത്തിരിക്കുന്നു. ആർച്ചിൻ്റെ അവിടെ നിന്നാണ് കയറി ഡൈനിങ് ഏരിയയിലേക്ക് വരേണ്ടത്.
ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ വലിയൊരു ഹാളാട്ടോ, നല്ല വലിയൊരു ഹാളാണ്. അവിടെ അതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ഫ്രഞ്ച് വിൻഡോ അവിടെയും കൊടുത്തിട്ടുണ്ട്. 3 പാളി ജനാലകളാണ്. ഇവിടെയും നമ്മൾ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഇതേ ഒരു ക്രിക്കറ്റ് പിച്ചിട്ട് നിങ്ങളുണ്ടെന്നോ അവിടെ നിന്ന് വെച്ച് ഇവിടെ നിന്ന് ബാറ്റ് ചെയ്യാം. ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ അത്രയും വലുതാണ്. ഇനി നമുക്ക് ഈ വീട്ടിൽ ഇവിടെ നോക്കിയതേ ഈ ഒരു പോർഷനിലാണ് വാഷ് ഏരിയ വരുന്നത്. അതായത് ഈ സ്റ്റെയർ കേസ് പോകുന്നതിൻ്റെ അടിയിലാണ് വാഷ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. നോക്കിയേ, ഇത് അത്രയ്ക്ക് വലുതല്ല എങ്കിലും ചെറുതാണ്. മേളിൽ വരെ ടൈലിട്ട് ഭംഗിയുണ്ട്. സാധാരണ ആൾക്കാർ ബിൽഡറൊക്കെ പകുതി വരെ ഇടും, മുകളിലോട്ട് ഇടാറുണ്ട്. പക്ഷേ ഇദ്ദേഹം മുകളിൽ വരെ ഫുള്ളായിട്ട് എത്തിച്ചിട്ടുണ്ട് ഈ വീടിന്. ഇതേ അതേപോലെ തന്നെ സെറയുടെയാണ് ക്ലോസറ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കബോർഡ്സ് നമ്മൾ ഈ വില്ല പ്രൊജക്റ്റ് കണ്ടിരുന്നു. എല്ലായിടത്തും ഈ ഒരു തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളികളിൽ ജനാല കൊടുത്തിരിക്കുന്നു. ഇൻവെർട്ടറിന് വേണ്ടി ഇവിടെ ഒരു ഏരിയ നൽകിയിരിക്കുന്നു. ഇത് ഇവിടെ ഇൻവെർട്ടർ വെക്കാം. ഇനി ആദ്യം നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കള ആണ് നമുക്കിനി അത് കാണാറുണ്ട്. ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 2650 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് മുഴുവനായിട്ടുള്ളത്. കാരണം ഊഹിക്കാം എന്തോരം വലുതായിരിക്കും. കണ്ടോ, വലിയ അടുക്കള, ഒരു യു ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പുണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുഴുവനായിട്ട് ഫുള്ളി കബോർഡ്സാണ്, ഫുള്ളി സ്റ്റോറേജ് സ്പേസാണ്. നോക്കിയേ, ഈ ഒരു 1 2 3 4 5 5 ഗ്ലാസ് വരുന്നുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം അങ്ങനെ. ഇനി ഇവിടെ നോക്കിക്കേ, അതുകൂടാതെ ഇവിടെ താഴത്തെല്ലാം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും 3 ഇത് നൽകിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ഇവിടെ എല്ലാം നല്ല ടൈൽസ്, വൈറ്റ് കളർ ടൈൽസാണ്. ഇത് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതും എല്ലാം ഈ പറഞ്ഞ ചെറുതേക്ക് എന്ന് പറഞ്ഞ തടിയാണ്. ഞാൻ ഇത്രയും വലിച്ചടച്ചപ്പോൾ എനിക്ക് ധൈര്യത്തോടെ അടയ്ക്കാം, ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഇതോടെ അടയ്ക്കാം. അത്രയ്ക്കും ക്വാളിറ്റിയാണ് നമ്മളുള്ളത്. ഇത് ഇവിടെ തന്നെ 1 2 3 4 5 6 ചെറിയ പാളി ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തുറന്നിട്ടാൽ വായുവും കിട്ടും. അപ്പോൾ ഇതാണ് ഏരിയ. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ആണ്. അതിനുള്ള സ്വിച്ച് ബോർഡ് അവിടെ നൽകിയിരിക്കുന്നു. അവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നിന്ന് തിരിയാനാണെങ്കിൽ നിന്ന് തിരിഞ്ഞ് കളിക്കാം, ഒരു പ്രശ്നമില്ല. നല്ല സ്പേസാണ്. ഇത് മേളിൽ എക്സോസ്റ്റിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നോക്കിക്കേ, അവിടെ എക്സോസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നമ്മുടെ പഴയ രീതിയിലുള്ളൊരു വിറകടുപ്പ് ഇവിടെ ഉണ്ട്. പഴയ രീതിയിലുള്ള വിറകടുപ്പുണ്ട്. ചിമ്മിനിയും മറ്റും നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. അത് ടൈല് കൊണ്ട് വർക്ക് ചെയ്ത് മാനുവലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിങ്ക് കാണാം. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വാതിലൊക്കെ നല്ല ഗ്രില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പണിഞ്ഞ് ഉപയോഗിച്ച ഗ്രില്ലാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു സ്റ്റോർ ഏരിയയാണ്, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഈ വീടിൻ്റെ. അത് നമ്മൾ ലിവിങ് ഏരിയ കയറി വരുമ്പോൾ തന്നെ ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റാണ് ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. 10x12 സൈസിലും പണിഞ്ഞിരിക്കുന്ന വലിയൊരു ബെഡ്റൂമിന് വാർഡ്രോബ്സ് നൽകിയിരിക്കുന്നു. അതിനെല്ലാം ഈ പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള തടികൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇതിനൊക്കെ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയേണ്ടതില്ല. അത്രയ്ക്കും ക്വാളിറ്റി തന്നെയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലൊരു ഏരിയ, ഒരു പാസേജ് നൽകിയിരിക്കുന്നു. ഇവിടെ വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം, അത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെ എനിക്കറിയാം ഇവിടെ വെളിച്ചമില്ല എന്നുള്ള കാര്യം. കാരണം ഈ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഓൺ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെളിച്ചം നല്ല കുറവായിരിക്കും. ഇനി നമുക്ക് ഇവിടെല്ലാം പൊടി പിടിച്ചിരിക്കുക കേട്ടോ, കാരണം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഭയങ്കര വലിയ ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. അതും നല്ല ഡിസൈൻഡായ കബോർഡ്സും. അതുകൊണ്ട് തന്നെ ഇവർ മൾട്ടിവുഡൊന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത്, പ്യുവർ തടി തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ബാത്റൂം കാണാം. ഈ ബിൽഡറിൻ്റെ ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ വില്ല പ്രോജക്റ്റിൻ്റെ ബിൽഡറുടെ ഒരു ക്വാളിറ്റിയാണ്. ബാത്റൂമിനെ ഇത്രയും വലുതായിട്ട് പണി, വെട്ടം വളരെ കുറവാണ്. അപ്പോൾ അതും വലിയ ബാത്റൂമാണ്. വലിയ ബാത്റൂമുകളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും
അത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്കുള്ള പോകുന്ന സ്റ്റെയർ കേസിൻ്റെ കൈവരികളും ഈ പറഞ്ഞ ചെറുതേക്ക് എന്ന് പറഞ്ഞ തടി ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടാണ് സ്റ്റെയർ കേസിൻ്റെ പടികൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പകോള നൽകിയിരിക്കുന്നു മുകളിൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. നല്ല രീതി പ്രകാശത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ലോബി ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ഈ ലോബി ഏരിയയിൽ നമുക്കിത് ഇവിടെ ഒരു വലിയൊരു 4 പാളി ജനൽ, 2 ഓപ്പോസിറ്റുള്ള 2 ഭിത്തികളിൽ, അതായത് രാവിലെ ഇവിടുന്നും വൈകിട്ട് അവിടുന്നും നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മുകളിലും 2 താഴെയും 2 ബെഡ്റൂം. ഒരു കോമൺ ബാത്റൂമാണുള്ളത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇത് ബാത്റൂം ഒബ്വിയസ്ലി പറയേണ്ടതില്ല, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വലുപ്പമുള്ള ബാത്റൂം. മുകളിൽ വരെ എത്താവുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ഉള്ള ബാത്റൂം. ഞാൻ പണ്ട് ഇങ്ങനെയുള്ള ബാത്റൂം കണ്ടിട്ടുള്ളത് വലിയ വലിയ ഹോട്ടൽസിലൊക്കെ, 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴാണ് ഇത്രയും വലിയ ബാത്റൂം കണ്ടിട്ടുള്ളത്. അല്ലേ, എല്ലാത്തിനും നല്ല സ്പേസ്, ഒന്നിനും പിശുക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം സ്പേസിനെ എത്രത്തോളം നമുക്ക് തരാമോ അത്രത്തോളം നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇതും അതിവിശാലമായ ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമിലോ അല്ല ഒരു റൂമിലോ എങ്ങും സീലിംഗ് ചെയ്തിട്ടില്ല. ദേ ഇവര് നോക്കൂ, ഇവിടെയും ബാത്റൂമും ഈ പറഞ്ഞ പോലെ അതിവിശാലമായ ബാത്റൂം. എല്ലായിടത്തും സെറയുടെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറയുടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയയിലേക്കും അതുപോലെ തന്നെ ടെറസിലേക്കും പോകേണ്ടത് അത് ഇവിടെ നിന്നാണ്. തുറക്കാം. അപ്പോൾ ഈ ഡോർ വരെ നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ. ഇതിവിടെ ഷീറ്റൊന്നും ഇട്ട് മറച്ചിട്ടില്ല, പക്ഷേ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് മറക്കേണ്ടതുണ്ട്. ഇത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ കൊടുത്തേക്കുന്നത്. അതിനുള്ള സ്വിച്ച് ബോർഡ് നൽകിയിരിക്കുന്നു. അവിടെ ലൈറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഒപ്പം പൈപ്പിൻ്റെ കണക്ഷൻ ഇവിടെ വരുന്നു. ഡ്രെയിനേജ് വാട്ടർ അവിടെ പോകാനുള്ള അതിനും സംവിധാനം അവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഷീറ്റ് ഇട്ട് മറച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ടെറസിലേക്ക് കയറാൻ ഇവിടെ നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് വർക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രൊവിഷൻ അവിടെ നൽകിയിട്ടുണ്ട്. എല്ലാം കസ്റ്റമൈസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വിട്ടു തന്നിരിക്കുകയാണ്. അല്ലാതെ ഒരാളുടെ ഇഷ്ടം നമ്മളെ അടിച്ചേൽപ്പിക്കുകയല്ല ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഒരുക്കിയെടുക്കാം. ആ ഒരു രീതിയിൽ ചെയ്തെടുത്തോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു വിശാലമായൊരു ചാരുപടിയെ കാണാം. ഒരു ചാവടിയുണ്ട്, അതിൻ്റെ മുകളിൽ വശം നല്ല ടൈലിൻ്റെ പീസുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ടെറസിലേക്ക് വന്ന ഒരു കൂര അടിച്ചേക്കുന്നത്, അതിൻ്റെ ഒരു പോർഷൻ ഇവിടെ നമുക്ക് കാണാം. ആ ഓടുകൾ നൽകിയിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ വീട് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചു. സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു. ഈ പറഞ്ഞ 4 ബെഡ്റൂമും വലിയ സൈസാണ്, എല്ലാം വലിയ ബിഗ് സൈസുള്ളൊരു വീട്. അപ്പോൾ നമ്മൾ ഇതുവരെ 2 വില്ലകളെ കണ്ടു തീർത്തിട്ടുള്ളൂ. ഇനിയും ഉണ്ട് 2 വില്ലകളെ കണ്ടു തീർക്കാൻ. അത് രണ്ടും 2 ഡിസൈനാണ്, 2 സൈസാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് ഞങ്ങൾക്ക് തരിക. അപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാവുമല്ലോ, ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വരുത്തുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നതാണ്. എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.